ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന സംഖ്യകൾ ജനന തീയതികളാണെങ്കിൽ, നിങ്ങളുടെ ജനന തീയതികളായിട്ട് വരുന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പറായിട്ട് ഈ പറയുന്ന സംഖ്യകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നല്ല, ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ സൂക്ഷിച്ചില്ലേ അതിൻ്റെ ഭവിഷ്യത്തുകളും കഷ്ടനഷ്ടങ്ങൾ, ധാരാളം പ്രതിസന്ധികൾ, സാമ്പത്തിക നഷ്ടം എന്ന് വേണ്ട ആപത്തുകളിൽ പോയി ചാടുക, വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ, സാമ്പത്തിക ദുരിതങ്ങൾ വരെ ഉണ്ടായേക്കാം. അപ്പോൾ ഈ ചില കാര്യങ്ങൾ അതിനുള്ള പരിഹാരം ഞാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനു വേണ്ട ശ്രദ്ധയോടുകൂടി ഏതൊരു കാര്യം ചെയ്യാനും പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകളും ഉണ്ടാകും. അപ്പോൾ പരിഹാരങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഏതൊക്കെ തീയതികളാണെന്നാണ് പറയുന്നത്. അതിനുശേഷം ചില മാസങ്ങളുടെ രഹസ്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ഈ വാഹനത്തിൻ്റെ നമ്പർ ഇന്ന സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കൃത്യമാണ്. കാരണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നങ്ങളിൽ ഞാൻ ചാടിയിട്ടില്ല. അല്ലാത്ത പലരും വട്ടം തിരിഞ്ഞ് ജീവിതത്തിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ചില കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിരിക്കും. സംശയമൊന്നും വേണ്ട. അത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ അത് എന്നിട്ട് നോക്കുക ശരിയാണോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബാങ്ക് എംപ്ലോയി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു സ്ഥാപനത്തിലും ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ധാരാളം ജോലിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, ദിവസം തോറും ധാരാളം പ്രതിസന്ധിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ ഒരു കമ്പ്യൂട്ടറുണ്ട്, ആ കമ്പ്യൂട്ടറിലാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിൽ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊരു ഞാൻ പറയുന്ന രീതിയിലുള്ള സംഖ്യ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. പക്ഷേ ഞാൻ അതിനൊരു മെത്തേഡ് പറയുന്നുണ്ട്. ആ ഒരു ഭാഗ്യസംഖ്യ പാസ്വേഡായിട്ടൊന്ന് കൊടുത്തു നോക്കിയാൽ ആരോടും ചോദിക്കേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകും സംഖ്യകളുടെ ശക്തി. സംഖ്യകൾ ശരിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് മാറ്റം വരുമെന്ന് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ പറ്റും. അതും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ സംഖ്യകളുടെ ശക്തി എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്ന രീതി പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. ഞാനൊരു മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുമെന്നറിയോ. നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ മാറും, നിങ്ങളുടെ വലിയ പ്രശ്നങ്ങളൊക്കെ മാറും, നിങ്ങൾക്ക് തൊഴിലിൽ തന്നെ പുരോഗതി ഉണ്ടാകും. സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസത്തെയും കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ കൃത്യം ഓരോരുത്തർക്ക് ഈ പാസ്വേഡിൻ്റെ രീതി പറഞ്ഞു കൊടുത്ത് അവനവന് പാസ്വേഡ് സെലക്ട് ചെയ്യാം. പക്ഷെ നമ്മളതിൻ്റെ മെത്തേഡാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചവരൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അങ്ങനെയുള്ള സംഖ്യാരഹസ്യങ്ങളാണ് പറയുന്നത്. ഇതാരും ഇതുപോലെ നിങ്ങൾക്കൊരിക്കലും പറഞ്ഞു തരികയില്ല. അതുകൊണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഇതെൻ്റെ 10 വർഷത്തെ 10,000-ലേറെ കൈരേഖകൾ, ഗ്രഹനിലകൾ, സംഖ്യാജ്യോതിഷം, ഇതിൻ്റെയൊക്കെ തിരിച്ചറിവുകളായി പറയുന്നത്. അതിന് വിലയിടാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതം തന്നെയാണ് തിരിച്ചു പിടിക്കുന്നത്. അതിന് മൂല്യമില്ല. അതിന് മൂല്യത്തിനും അപ്പുറത്താണ് അതിന് വിലയിടാനും പറ്റത്തില്ല. അതിനൊരു മൂല്യം നിശ്ചയിക്കാനും പറ്റത്തില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക. മുഴുവൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പ്രയോജനം ചെയ്യും. അതുപോലെ വിശദമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം സംഖ്യാരഹസ്യങ്ങളാണ് ഇന്ന് പറയുന്നത് മുഴുവൻ. പിന്നെ പരിഹാരങ്ങൾ. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ ഭർത്താവിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക്, എല്ലാവർക്കും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. പ്രയോജനം ചെയ്യും. അത് നിങ്ങളാദ്യം ഇത് ശരിയാണോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ശരിയാണോ ഇല്ലോ എന്ന്. എങ്കിൽ ശരിയാണെങ്കിൽ മാത്രം, ശരിയെന്ന് തോന്നിയെങ്കിൽ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. എനിക്ക് ശരിയെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഇതൊരു പുസ്തകത്തിൽ ഇതുപോലെ ഒരിടത്തും കിട്ടത്തില്ല. എവിടെ നിന്ന് എങ്ങനെ നിങ്ങൾ നോക്കിയാലും ഞാനീ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ നോളജ് ഒരിടത്തും കിട്ടത്തില്ല. ഇതെൻ്റെ 10 വർഷത്തെ അനുഭവങ്ങളാണ്. കൃത്യമാണ്, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് വരികയാണ്. അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അത് കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ അവനൊന്ന് ചെയ്യാവുന്ന നല്ല മന്ത്രങ്ങളും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നു റിപ്ലൈ ചെയ്യും. ഇത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ
എല്ലാവരുടെയും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് വർക്കുകളെ എടുക്കുന്നുള്ളൂ. അത് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക, ഫ്രീയാകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യാമല്ലോ, ചെയ്യാതിരിക്കാം. പിന്നെ വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാത്തതുകൊണ്ട് നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. അത് എപ്പോഴും ഇങ്ങനെ വർക്കിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിപ്പോൾ ഈ മാസങ്ങളോളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാനങ്ങ് ഫ്രീ ആകാറേ ഇല്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ സാഹചര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഓരോ വീഡിയോയും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും ഇത് പറയുന്നത്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകട്ടെ. കാരണം എത്രയോ ജീവിതങ്ങൾ ഞാൻ കണ്ട്, 10 വർഷത്തിലേറെ, 10,000-ത്തിലേറെ കൈരേഖകൾ, ഗ്രഹനിലകൾ, സംഖ്യാജ്യോതിഷം ഒക്കെ, അതൊക്കെ ആ ജീവിതങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞിരുന്നത്. അത് ഒരുപാട് ഗുണം ചെയ്യും. ഒരു ബുദ്ധിമാനായ ഒരു വ്യക്തി സ്വയം അനുഭവിക്കാതെ മറ്റുള്ളവർ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവനാണ് ബുദ്ധിമാൻ. അവനാണ് ജീവിതമുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക. സ്വയം അനുഭവിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കാതിരിക്കുക. അതിനാണ് ഈ പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ വിഷയത്തിലേക്ക് വരികയാണ് കേട്ടോ. എന്ന് വെച്ചാൽ പേടിക്കേണ്ട കാര്യങ്ങളോ പ്രശ്നമുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ശിവോഹം. അപ്പോൾ ആദ്യം ജനന തീയതികളെക്കുറിച്ച് പറയാം. ജനന തീയതികൾ മാസം ഏതുമായിക്കോട്ടെ, ഞാൻ മാസത്തെക്കുറിച്ചും പറയുന്നുണ്ട്, പക്ഷേ അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞുതരാം. ഏത് മാസം ജനിച്ചാലും, ഏത് മാസം ജനിച്ചോട്ടെ, ഇപ്പം ഞാൻ ജനന തീയതി മാത്രമാണ് പറയുന്നത്. ഏത് മാസത്തിൽ ജനിച്ചാലും ഈ തീയതികളിലാണ് ജനനമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. അപ്പം തീയതികൾ പറയാം. 4, 8, 11, 13, 14, 17, 22, 19, 25, 26, 31. ഈ തീയതികളിൽ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. അതാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഇതിൽ ഓരോന്നിനും വിശേഷപ്പെട്ട ഓരോ അനുഭവങ്ങളുണ്ട്. ഞാൻ എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വിശദമാക്കി തരാം. ഈ തീയതികളിൽ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങൾ ജനിച്ചെങ്കിൽ മറ്റു തീയതികളെ അപേക്ഷിച്ച് നിങ്ങൾ മറ്റു തീയതികളിൽ ജനിച്ചവരെ അപേക്ഷിച്ച് ജീവിതത്തിൽ കൂടുതൽ അലച്ചിലുകൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, അതുപോലെ സാമ്പത്തിക പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്നുകൂടെ പറയാം. 4, 8, 11, 13, 14, 17, 19, 20, 22, 25, 26, 29, 31. ഇതാണ് ഈ തീയതികളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് 2 തീയതി വിട്ടുപോയായിരുന്നു. ഏതൊക്കെയാണ്? 20ഉം 29ഉം. രണ്ടാമത് അതുകൊണ്ട് ചേർത്താണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒന്നുകൂടി പറഞ്ഞതെന്ന്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ തീയതികളിൽ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങളുടെ ജനനമെങ്കിൽ, മാസം ഏത് വേണേൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ജീവിതത്തിൽ തിരിച്ചടികൾ, സാമ്പത്തിക ബാധ്യതകൾ, പലവിധ പ്രതിസന്ധികൾ, സ്ട്രഗ്ലിങ്, അലച്ചില്, ആപത്തുകളിൽ പോയി ചാടുക, ഇങ്ങനെയുള്ള സാധ്യതകൾ മറ്റു തീയതികളെ അപേക്ഷിച്ച് ജനിച്ചവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ തന്നെ എടുത്ത് നോക്കിക്കോ, കൂടുതലായിരിക്കും. അപ്പോൾ ഇനിയും ഇതിലെ തന്നെ ഇപ്പം 4-ാം തീയതി ജനിച്ചവരാണ് എങ്കിൽ അവർക്ക് സൂക്ഷ്മ ബുദ്ധിയുള്ളവരായിരിക്കും. അവർക്ക് ഗുണങ്ങളുമുണ്ട്, തീർച്ചയായിട്ടും ഗുണങ്ങളുണ്ട്. സൂക്ഷ്മ ബുദ്ധിയുള്ളവരായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് നിയമം, കണക്ക്, എഞ്ചിനീയറിങ്, അതുപോലെ ഫാർമസി, മെഡിസിൻ, ഈ മേഖലകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഇതിലേതെങ്കിലും അവനവന് ഇഷ്ടമുള്ള മേഖല, ഞാൻ ഒന്നിലധികം കഴിവുകൾ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് വരെ വളരെ വലിയ രീതിയിൽ മനസ്സ് വിഷമിക്കും. അതിവരുടെ ജോലിയെ ബാധിക്കും. 4 പൊതുവെ. അതുപോലെ തന്നെ 4 തീയതിയിൽ ജനിച്ചവർ, ഇനിയിപ്പോൾ ഒരാൾ ജനിച്ചത്, ഇത് ഞാൻ ഓരോ ഡേറ്റിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞിട്ട് വേറൊരു മാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. ഇത് ഒന്ന് പറഞ്ഞിട്ട്, 8 തീയതികളിൽ ജനിച്ചവർ കണക്ക്, എഞ്ചിനീയറിങ്, ഹോസ്പിറ്റൽ സംബന്ധമായ തൊഴിലുകൾ ഒക്കെ നല്ല കഴിവുള്ളവരായിരിക്കും. അപ്പം 4, 13, 22, 31 ഈ 4 തീയതികളും 4 അല്ലെ രാഹുവിൻ്റെ സ്വാധീനമുള്ള തീയതികളാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ
4-ാം തീയതി, 13-ാം തീയതി കൂട്ടുമ്പോഴും 1+3 4 കിട്ടുന്നത്. ബേസ് സംഖ്യ 4. പക്ഷെ എങ്കിലും അതിന് ഫലത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ 22-ാം തീയതി 2+2 4, അത് 4ൻ്റെ ഗണത്തിൽപ്പെടുന്ന. 31-ാം തീയതി അത് 3+1 4ൻ്റെ ഗണത്തിൽപ്പെടുന്ന. പൊതുവെ 4ൻ്റെ ഗണത്തിൽപ്പെടുന്നതാണെങ്കിൽ പോലും ഈ ഓരോ ജനനത്തീയതി ജനിച്ചവർക്കും ചില കാര്യങ്ങളും ചില അനുഭവങ്ങളും വളരെ വ്യത്യാസമാണ്. അപ്പം ഞാൻ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഒക്കെ ഒന്ന് വിവരിച്ച് പോകാം. ഇതിന് പരിഹാരം പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടത്തില്ല. ഇത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. അല്ലെ ജീവിതത്തിൽ കുറേ നഷ്ടങ്ങളുണ്ടായി, എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കാതെ നമ്മൾ ഓരോന്നിന്നും പഠിക്കണം. അത് നമുക്ക് ജീവിതത്തിൽ ഉപകാരം ചെയ്യും. അതിനുവേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇപ്പം 4-ാം തീയതി ഉള്ളവർ, അല്ലെങ്കിൽ 8-ാം തീയതി ഉള്ളവർ, 8-ാം തീയതി 8 എന്ന് പറഞ്ഞാൽ ശനിയുടെ സ്വാധീനമുള്ള സംഖ്യ. അപ്പോൾ 8-ാം തീയതി ജനിച്ചവർക്ക് ഞാൻ പറഞ്ഞ കണക്ക്, എൻജിനീയറിങ്, ഹോസ്പിറ്റൽ സംബന്ധമായ തൊഴിലുകൾ, നേഴ്സിങ്, ഹോസ്പിറ്റൽ നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം മേഖലകളാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. എന്ന് വെച്ചാൽ ആ മേഖലകളെ ചെയ്യാവുള്ളെന്നോ ഈ 8 ആ മേഖലകൾ മാത്രമാണോ ചെയ്യുന്നതെന്നോ അതല്ല അതിൻ്റെ അർത്ഥം. അത്തരം മേഖലകളാണെങ്കിൽ കൂടുതൽ അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ ഔട്ട്പുട്ട്, അല്ല കൂടുതൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ 8-ാം തീയതി ജനിച്ചവർക്ക് ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മാത്രമല്ല അവരെ ഏറ്റവും ടോപ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, താഴോട്ട് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നവരല്ല. ഏറ്റവും ടോപ്പിൽ എന്തിൻ്റെ ആണെങ്കിലും, ഒരു സ്ഥാപനത്തിൻ്റെ ആണെങ്കിലും, അല്ലെ ഏത് കാര്യത്തിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യണമെന്നുള്ള ചിന്താഗതിയാണ് ഇവർക്കുള്ളത്. ഇവർക്ക് സൂക്ഷ്മ ബുദ്ധിയുള്ളവരുമാണ്. ഇനി 11-ാം തീയതി ജനിച്ചവർ ഞാൻ കണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ, ഈ 11 എന്ന് പറഞ്ഞാൽ പൊതുവേ 11-ാം തീയതി ചന്ദ്രൻ്റെ സ്വാധീനമാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ വളരെ സ്ട്രഗ്ലിങ്ങുകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വളരെ സ്ട്രഗ്ലിങ്ങുകൾ. അതായത് ഈ ഓരോ പ്രശ്നങ്ങളും വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വരും. 11, 29, 20 ഈ തീയതികളിൽ ജനിച്ചവരെ ഇങ്ങോട്ട് വണ്ടി പിടിച്ച് പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞ പോലെ, അല്ലെ ഇവർ അങ്ങോട്ട് പോയി ചാടും, എങ്ങനെയെങ്കിലും പോയി ചാടും, അല്ലെ ഇവരെ അന്വേഷിച്ച പ്രശ്നങ്ങൾ വരും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് സ്ട്രഗ്ലിങ്ങിലൂടെ ഇവർ ജീവിതത്തിൽ സ്ട്രഗ്ലിങ് അനുഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ, മനസ്സിന് ടെൻഷൻ, കുടുംബപരമായ പ്രശ്നങ്ങൾ, മറ്റുള്ള തീയതികളെ അപേക്ഷിച്ച് പറയുന്ന കേൾക്കണം, മറ്റുള്ള തീയതികളെ അപേക്ഷിച്ച് 11. അതുപോലെ തന്നെ ഈ 11 എന്നുള്ള തീയതി ജനിച്ചവർക്ക് ജീവിതത്തിൽ എപ്പോഴും മനസ്സിനൊരു ചാഞ്ചല്യം, ചിലർക്കാണെങ്കിൽ അവരുടെ ആ മനസ്സിൻ്റെ ഒരു ചാഞ്ചല്യം തന്നെ അവർക്ക് വലിയൊരു പ്രശ്നമാണ്. മനസ്സിനൊരു ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. 13-ാം തീയതി ജനിച്ചവർ പോലീസ്, പട്ടാളം, ഫോഴ്സ്, സർവീസ് മേഖലകൾ, എൻജിനീയറിങ്, ഇതിലൊക്കെ മിടുക്കന്മാരായിട്ട് ജോലി ചെയ്യാൻ കഴിവുള്ളവരാണ്. ക്ലിയർ കട്ടായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്താൽ പറഞ്ഞാൽ മനസ്സിലായി. 13 നല്ല കഴിവുള്ളവരാണ്. പക്ഷെ ഇവർ കുടുംബ ജീവിതത്തിൽ ചിലപ്പോൾ ചില പ്രതിസന്ധികളും അസാരസ്യങ്ങളും ഒക്കെ ചിലരിലെങ്കിലും കണ്ടിട്ടുണ്ട്. എല്ലാവരിലും അല്ല. അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ ഏറ്റെടുക്കേണ്ടതായി ചിലർക്ക് വരാറുണ്ട്. ചിലർക്ക് അച്ഛൻ്റെ അമ്മയുടെ ആരുടെയെങ്കിലും ഒരാളുടെ സ്നേഹമേ ചിലപ്പോൾ കൂടുതലായിട്ട് കിട്ടാറുള്ളൂ. അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒരു ജീവിതത്തിൽ ഇവരുടെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾക്ക് ഏതെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ തകർച്ചയോ ഒക്കെ ഉണ്ടായി ഇവർ ചെറുപ്പത്തിലെ തൊഴിലിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ചിലർക്കെങ്കിലും കാണാറുണ്ട്. അങ്ങനെയുള്ളവർ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് 8, 13, 4, 22 ഈ തീയതികളിൽ ജനിച്ചവരാണ്. അപ്പോൾ ഇത് ഒരു സാമാന്യ ഫലമാണ്. എങ്കിലും ഇത് മനസ്സിലാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകും. ഇനി 14 എന്ന തീയതി ജനിച്ചവർ വളരെ നയതന്ത്രമുള്ളവരാണ്, വളരെ നയം പ്രയോഗിക്കുന്നവരാണ്. അവർ ടാക്റ്റ്ഫുൾ എന്ന് പറയും, തന്ത്രം അല്ലെങ്കിൽ നയം ഒക്കെ പ്രയോഗിക്കുന്നവരാണ്. ഇവർക്ക് ഫിനാൻസ് മേഖല വളരെ നല്ലതാണ്. ഫിനാൻസ്, എഞ്ചിനീയറിംഗ് ഒക്കെ നല്ലതാണ്. അധ്യാപകൻ എന്നൊക്കെ നല്ലതാണ് 14 തീയതി ജനിച്ചവർ. എങ്കിലും ജീവിതത്തിലെ കുറേ പ്രതിസന്ധികൾ ഇവർക്ക് കൂടുതലായിട്ട് ഇവർക്കും അനുഭവപ്പെടാറുണ്ട്. ഇപ്പം ഈ കൃത്യമായിട്ട് പറഞ്ഞ ഡേറ്റുകളെല്ലാം ആ ജീവിതത്തിലെ സ്ട്രഗ്ലിങ്ങിൽ അനുഭവിക്കുന്ന ഡേറ്റുകളാണ് പറഞ്ഞത് മുഴുവൻ കേട്ടോ. ഞാൻ അതിനെ ഓരോ ഡേറ്റിനെയും എടുത്ത് ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. ഇനിയും 17 എന്ന് പറഞ്ഞാൽ ശനിയുടെ സ്വാധീനമുള്ള സംഖ്യയാണ്. അവർക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു നിരാശ അല്ലെങ്കിൽ ഒരു നിരാശാഭാവം ഒക്കെ മുന്നിട്ട് നിൽക്കും. അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഉണ്ടാകും. എങ്കിലും ചിലർക്ക് ആത്മീയത വളരെ അവർക്ക് ഗുണം ചെയ്യും. ചിലർക്ക് ആത്മീയത കൂടിയിരിക്കും. ചിലർ വളരെ തത്വം പറയുന്നവരായിരിക്കും. ചിലർ വളരെ ലോജിക് ഉപയോഗിക്കുന്നവരായിരിക്കും. അവർക്ക് ഇതുപോലെ ഫോഴ്സ്, പോലീസ്, പട്ടാളം ഇങ്ങനെയുള്ള മേഖലകൾ, സിനിമ മേഖലകൾ ഇവയൊക്കെ നല്ലതാണ്. ഇവരെ മറ്റുള്ളവരെക്കാട്ടിലും ഒരു പടി മുന്നിൽ പോകാൻ എപ്പോഴും ശ്രദ്ധിക്കും. അതിനെന്തെങ്കിലുമൊക്കെ ഇവരുടേതായ കഴിവുകൾ ഇവർ എപ്പോഴും ഉപയോഗപ്പെടുത്തും. അങ്ങനെ വളരെ കഴിവുള്ളവർ തന്നെയാണ്.
എങ്കിൽ ഇവരുടെ വിവാഹ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ വിവാഹ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്പർ 17. അപ്പം ഇവർക്കൊക്കെയുള്ള പരിഹാരങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇവർ കൃഷ്ണനെ കൂടുതൽ വിളിച്ചത് നല്ലതാണ്. ഞാൻ 17 പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ 8 ആണേലും 4 ആണേലും 13 ആണേലും ഒക്കെ 17 ആണേലും കൃഷ്ണനെയൊക്കെ വിളിക്കുന്നത് കൂടുതൽ നല്ലതാണ്. അതിൻ്റെ അത് ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളത് നിങ്ങൾക്ക് വേണ്ട കാര്യം മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ പുറകെ ചില കാര്യങ്ങളുണ്ട്. ഇനി 19 ജനിച്ചൊരു ജീവിതത്തിൽ വളരെ സ്ട്രഗിളിങ്ങുകൾ ഉണ്ടാകുന്നവരാണ്. പ്രത്യേകിച്ച് ഇപ്പം മെയ് 19 5-ാം മാസം, മെയ് മാസം അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ പ്രതിസന്ധികൾ കൂടിയിരിക്കും. ഇനിയും ഏത് മാസമാണെങ്കിലും 19-ാം തീയതി എന്ന് പറഞ്ഞാൽ കുറേ സ്ട്രഗിളിങ്ങുകളെ അഭിമുഖീകരിക്കേണ്ടി വരാം. ഇനിയും 22-നെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു. 22 രാഹു സ്വാധീനമുള്ളതാണ്. 22 ഒരു മാസ്റ്റർ നമ്പറൂടെ. 22 11 22 33 ഒക്കെ മാസ്റ്റർ നമ്പറാണ്. 33 പിന്നെ ജനനത്തീയതിയായിട്ട് വരത്തില്ല. 11-നെ കുറിച്ച് ഞാൻ പറഞ്ഞു. 22 ചെറുപ്പകാലത്ത് ഇവർക്ക് നല്ല കാഴ്ചപ്പാടുകൾ കിട്ടുകയാണ്. ഇവർ ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും. ചെറുപ്പകാലത്ത് മോശമായ ഒരു സാഹചര്യങ്ങളിലാണ് ഇവർ സമൂഹത്തെക്കുറിച്ച് മോശമായാണ് മനസ്സിലാക്കിയെടുക്കുന്നതെങ്കിൽ വളർന്നു വരുമ്പോൾ ഇവരും വളരെ അപകടകാരികളായിരിക്കും. പക്ഷേ ഇവർ ചെറുപ്പത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ, സമൂഹത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഇവർക്കെല്ലാം നല്ല കാഴ്ചപ്പാടുകൾ കിട്ടുവാണെങ്കിൽ വലിയ ശാസ്ത്രജ്ഞന്മാർ വരെ ആകാൻ ബുദ്ധിയുള്ളവരാണ്. ഇവർക്ക് എൻജിനീയറിംഗ് ഫീൽഡ്, അതുപോലെ മെഡിസിൻ ഫീൽഡ്, സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ആഴത്തിലൊക്കെ ചെയ്യേണ്ട സയൻറ്റിസ്റ്റുകളെ, അതിനൊക്കെ ഏറ്റവും നല്ല നമ്പറാണ് 22. പക്ഷേ ഭാഗ്യനിർഭാഗ്യങ്ങൾ ഏറ്റവും അധികം വേട്ടയാടുന്നവരുമാണ് ഈ 22-കാർ. അവരുടെ ബുദ്ധി വ്യത്യസ്തമാണ്. നമ്മൾ പറയുന്ന രീതിയിലല്ല പല കാര്യങ്ങളെ മനസ്സിലാക്കുന്നതും നമ്മളോട് പറയുന്നതും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന എല്ലാ കാര്യവും എഗ്രി ചെയ്യത്തില്ല. ഇവർ നമ്മളോട് തർക്കിക്കും. പക്ഷേ ഇവർ പറയുന്ന ആയിരിക്കും കുറച്ചുകൂടി ശരിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ ജീനിയസാണ് ഇവർ വേറൊരു ആംഗിളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണക്കാർ ചിന്തിക്കുന്ന ഒരു ആംഗിളിൽ നിന്നല്ല. ഇവർ വളരെ ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ടാണ്. അപ്പം 22. പക്ഷേ ഇവരുടെയും കുടുംബജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ നമ്പറിൽ ജനിച്ച കുട്ടികളുണ്ടെങ്കിൽ അവർ ചെറുപ്പം വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോവുക, ഭഗവാന്റെ പ്രാർത്ഥിച്ച് നെയ്വിളക്ക് സമർപ്പിക്കുക, ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോവുക, വഴിപാടുകൾ ചെയ്യണം, മെഡിറ്റേഷൻ ശീലിക്കണം. ഇവരെ ചെറുപ്പത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കണം. അല്ലെങ്കിൽ ഇവർ മോശമായ ചില കൂട്ടുകെട്ടുകളിലോ സാഹചര്യങ്ങളിലോ ഒക്കെ ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഭദ്രകാളിക്ക് പക്കനാളിനും വെള്ളിയാഴ്ചയും കടുംബായുസവും രക്തപുഷ്പാഞ്ജലി ആവർത്തിച്ച് കൊടുത്താൽ മതി. പക്ഷേ ഒരു 6 മാസം കുറേ കൊടുക്കേണ്ടി വരും, ആഴ്ചകൾ തോറും. അങ്ങനെ തിരിച്ചു വന്നവരുണ്ട് ജീവിതത്തിലേക്ക് കൃത്യമായിട്ട്. അപ്പം എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട്, ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ വളരെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അവർ നല്ലൊരു നിലയിലേക്ക് വരാൻ വേണ്ടി ചെറുപ്പത്തിലെ തൊട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഉപകരിക്കും. ഇപ്പം ചില ആളുകളുണ്ട്, ഈ ഒരു കുട്ടിക്ക് വീട്ടിലൊരു പ്രശ്നം ഉണ്ടെന്ന് കഴിഞ്ഞാൽ ആ കുട്ടികളെ അവരുടെ വരുതിയിലാക്കാൻ നോക്കും. എന്നിട്ട് ആ വീട്ടുകാർക്കെതിരാക്കാനും അവരെ മോശക്കാരനാക്കി വളർത്തിക്കൊണ്ട് വരാനും ചില കൂട്ടുകാരുണ്ട്, ശ്രമിക്കും. അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ ചെന്ന് ചാടുന്നവരാണ്, കണ്ണടച്ചുകൊണ്ട് പോയി ചാടുന്നവരാണ് 22, 11, 13. പക്ഷെ അവർ കൂട്ടുകാർ പറയുന്നതായിരിക്കും അവർക്കല്ല. എന്തിനാണ്, എവിടാണോ, എന്തിനു പോകുന്നതെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ കൂട്ടുകെട്ടുകളിൽ ഇവർ അകപ്പെടാനും അങ്ങനെ ഒരു സാധ്യത ഉള്ള നമ്പറാണ് 13, 11, 22 കൂടുതലായിട്ട്. അതുപോലെയാണ് 17 ഈ നമ്പർ കേട്ടോ. അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇത് സാമാന്യ ഫലങ്ങളാണ്, അങ്ങനെ മനസ്സിലാക്കുക. എങ്കിലും ഗുണം ചെയ്യും. 25 കുറേ പ്രതിസന്ധികൾ, കേതു സ്വാധീനമാണ്. കുറേ പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്ന ഒരു നമ്പർ തന്നെയാണ് ആ ജനനതീയതി ജനിച്ചവരെ. പിന്നെ ഇവർക്ക് യാത്ര വളരെ ഇഷ്ടമായിരിക്കും. 25 നമ്പർ 25 യാത്ര ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, അല്ല യാത്ര ചെയ്ത് അതിലൂടെ കാശുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടമായിരിക്കാം. ചിലർക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, അല്ലെ കാട്ടിലൂടെയുള്ള യാത്രകൾ, ചിലർക്ക് അല്ലാതെ ഈ പല പ്രദേശങ്ങൾ കാണാൻ പോവുക, അങ്ങനെയുള്ള യാത്രകൾ, അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും 25. അതുപോലെ തന്നെ ഇവർക്ക് സർഗാത്മകമായ ഒരു ഭാവന ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കലാമേഖലകൾ ഇവർക്ക് നല്ലതാണ്. അതുപോലെ തന്നെ കലാപരമായ കാര്യങ്ങൾ നല്ലതാണ്. സംവിധാനം, അതുപോലെ എഴുത്ത്, അതുപോലെ അഭിനയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് നല്ലതാണ്. ഇവർക്ക് മനസ്സിന് നല്ലൊരു സർഗവാസന ഉള്ളവരാണ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ സ്ട്രഗ്ലിങ്ങുകൾ കൂടുതലായിട്ട് ഉണ്ടാകാം. എങ്കിൽ പോലും അതിനൊക്കെ ഉള്ളൊരു പരിഹാരങ്ങളും കാര്യങ്ങളും ചെയ്തു പോകുക നന്നായിരിക്കും. ഈ 26
ഏറ്റവും കൂടുതൽ തെറ്റായ റിലേഷൻസിൽ പോയി ചാടുന്ന സാധ്യതയുള്ള നമ്പറാണ് 22. തെറ്റായ റിലേഷൻസ്. ഇപ്പം പയ്യന് പ്രായക്കുറവായിരിക്കും, അവൻ സ്നേഹിക്കുന്ന ഒരാൾക്ക് പ്രായം കൂടുതലായിരിക്കും, ചിലപ്പോൾ അവരൊരു കുട്ടികളുടെ അമ്മയായിരിക്കും, ആരും അറിയാതുള്ള ചില റിലേഷൻസ് കാര്യങ്ങൾ തെറ്റായ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും തനിക്കും ഗുണകരമല്ലാത്ത രീതിയിൽ. കാരണം ഒരു കുടുംബം കൂടെ ഇല്ലാതാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. പിന്നെ ഇപ്പം തനിക്ക് ചേർന്ന തനിക്ക് ആ പ്രായത്തിനനുസരിച്ച് തനിക്ക് ചേർന്ന ഒരു കല്യാണം കഴിക്കുമ്പോഴാണ് ആ ഭാവിയിലേക്ക് കൂടുതൽ ഗുണകരമാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല ഒരു റിലേഷന് കാര്യങ്ങളിലൊക്കെ പോകാൻ എന്ന് വെച്ചാൽ ഇവർ ഈ രീതികളിൽ ജനിച്ചവർ 90% ആളുകളും നല്ല രീതിയിൽ പോകുന്നവരായിരിക്കും. പക്ഷേ ഒരു കുറച്ചെങ്കിലും ഒരു 10% തെറ്റായ ഇതുപോലെ റിലേഷൻഷിപ്പിലോ കൂട്ടുകെട്ടുകളിലോ അതുപോലെ അടി, വഴക്ക്, ബഹളം, കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചാടാൻ ടെൻഡൻസി ഉള്ളവരാണ്. 90% ആളുകളും ചിലപ്പം നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നവരായിരിക്കും. 10% ഇങ്ങനെ ടെൻഡൻസി ഉള്ളവരാണ്. ആ 10% ഒരാളാകാതിരിക്കാൻ വേണ്ടിയായി പറഞ്ഞായിരുന്നു. മനസ്സിലായോ? പിന്നെ ഇതെല്ലാം പൊതുഫലങ്ങളാണ് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തീയതികളുള്ളവരെല്ലാം ഇങ്ങനെ മൊത്തം ആണെന്നല്ല ഇതിനർത്ഥം. ചിലർക്കെങ്കിലും ഒരു 10% അല്ലെങ്കിൽ 5% ഇങ്ങനെയുള്ള ടെൻഡൻസികൾ കൂടുതലായിരിക്കാം. 5% ഒരാളാകാതിരിക്കാനും അല്ലെങ്കിൽ ആ 10% ഒരാൾ ആകാതിരിക്കാനും അതാരും വേണേലും ആകാം. അങ്ങനെയുള്ള സാധ്യതകൾ, ചെറിയ സാധ്യതകൾ പോലും ഇല്ലാതാകാൻ വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത്. നമ്മൾ ചില വഴിപാടുകൾ ചെയ്യുന്നതുകൊണ്ട്, നമ്മളത് മനസ്സിലാക്കി ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രതിസന്ധികളും ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ 26 റിലേഷൻഷിപ്പ് ശ്രദ്ധിക്കണം. മറ്റുള്ളവർ തെറ്റെന്ന് പറയുന്നത് ഇവർ ശരിയെന്ന് ചിന്തിക്കുന്നവരാണ്. മറ്റുള്ളവർ പറയാം ഇന്ന ആൾ മോശമല്ല, മോശം കൂട്ടുകെട്ടാണ്. ഇവർ പറയാം അവരാ ജീവിതത്തിലെ ഏറ്റവും നല്ല ആളുകൾ എന്ന് പറയും. ഈ കൂട്ടുകാർ വിരിക്കുന്ന വലയിൽ പോയി വീഴുന്ന ഒരു നമ്പറാണ് 22 പോലെ തന്നെയാണ് 26, 11, 22, 26, 17 ഈ നമ്പറുകളാണ് കൂടുതലും ഈ ഇതുപോലെ കൂട്ടുകാരല്ലെങ്കിൽ മോശം രീതിയിലുള്ള ചിന്താഗതികളോടുകൂടിയുള്ള ആളുകൾക്ക് അകപ്പെടുത്താൻ എളുപ്പമായി ഈ നമ്പറുകാർ. എല്ലാവരും അങ്ങനെയാണെന്നില്ല, പക്ഷേ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അല്ല ചില വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിന് എല്ലാവർക്കും ഇങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് ചേർക്കെങ്കിലും ഉണ്ടാകാം, അതും ശ്രദ്ധിക്കുന്ന നല്ലതാണ്. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സാമാന്യ ബലമോ പൊതുബലമോ അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. മനസ്സിലാക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാകും. 31 31-ാം തീയതി ഇവരും ഒരു തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ സാധ്യതയുള്ളവരും പല കാര്യങ്ങളിൽ ഒരു ക്രൈം അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. ഇവർക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് വയലൻസ് ആവുക, അതുപോലെ സുഹൃത്തുക്കളുമായിട്ട് ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ കൂടുതലാണ് എന്ന് കരുതി ഈ 31 തന്നെ നല്ല എഞ്ചിനീയർമാരെ, ഡോക്ടർമാരെ, വലിയ നിലയിരിക്കുന്നവരും ഉണ്ടാകും രാഷ്ട്രീയം. പക്ഷേ ഒരു 5% ഈ ടെൻഡൻസികൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഈ കുറച്ച് തീയതികൾ പറഞ്ഞതേ ഉള്ളൂ. ഇനിയും എല്ലാ തീയതികളെയും കുറിച്ചല്ല പറഞ്ഞത്, കുറച്ച് സ്ട്രഗിളിങ്, അലച്ചിൽ കൂടുതലുള്ള അങ്ങനെയുള്ള ചില തീയതികളെക്കുറിച്ച് പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് അതിനെയും ഇപ്പം ഈ ഒരാൾ ജനിക്കുന്നത്. അതിനിപ്പം വേറൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങളൊരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ഒരു ബാങ്ക് എംപ്ലോയി ആണ്, അല്ലെങ്കിൽ വേറെ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ. നിങ്ങൾ കമ്പ്യൂട്ടറായി വർക്കൊക്കെ ചെയ്യുന്നു, നിങ്ങൾക്ക് എന്നും പ്രശ്നമാണ്. കമ്പ്യൂട്ടർ എപ്പോഴും കംപ്ലൈൻ്റ് ആകുക, ചെയ്യുന്നതെല്ലാം പ്രശ്നമാകുക, എല്ലാം കുളമാകുക, ചെയ്യുന്നതെല്ലാം നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരിക. എങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കുക, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ മാറും. അതായത് നിങ്ങൾ കമ്പ്യൂട്ടറിന് ഒരു പാസ്വേഡ് കാണുമല്ലോ, ആ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പക്ഷെ ഞാനൊരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ, അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ജനിച്ചത് 6/4/1980 വിചാരിച്ചു. ഇതിൽ നിങ്ങൾ ജനിച്ച തീയതി മാത്രം ഇനി എടുക്കുക 6. എന്നിട്ട് നിങ്ങളുടെ ആ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് ഇപ്പം 4 അക്ക പാസ്വേഡ് ആണെങ്കിൽ 4 അക്കം സെറ്റ് ചെയ്യുക. 4 അക്കം സെറ്റ് ചെയ്ത് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞുതരാം. 4 അക്കം ഇപ്പോൾ ഒരു ഉദാഹരണം 4038. ഇത് 0 വരാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. 0 കഴിവതും വരാതിരിക്കുക. അപ്പം ഇപ്പം 4137 415 415 538 87 15. അപ്പോൾ 1 5 6 6 വരുന്നത്. കൂട്ടുമ്പോൾ 15 വരും. അതിനെ ഏക സംഖ്യ ആക്കുമ്പോൾ 1 5 6 വരും. ഒരു വെറുതെ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് സംഖ്യയും നിങ്ങൾക്ക് ഇങ്ങനെ 4 അക്കമാണെങ്കിൽ 4 അക്കം നിങ്ങൾ സെലക്ട് ചെയ്യുക, 6 അക്കമാണെങ്കിൽ 6 അക്കം സെലക്ട് ചെയ്യുക. ഈ 6 അക്കത്തിനുള്ളിൽ 0 വരാൻ പാടില്ല. ഈ 6 അക്കം തമ്മിൽ അല്ലെങ്കിൽ 4 അക്കം തമ്മിൽ കൂട്ടുമ്പോഴും കിട്ടുന്ന ടോട്ടലിനെ നമ്മൾ ഏക സംഖ്യ ആക്കുമ്പോൾ 6 വരണം. അങ്ങനെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കി.
നിങ്ങൾക്ക് വലിയ മാറ്റം വരും. ഞാനിങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് അങ്ങനെ കമ്പ്യൂട്ടർ പാസ്വേഡ്, മൊബൈൽ പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്തവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികവും വരും, ജീവിതവും മാറും. അപ്പം നിങ്ങൾ മനസ്സിലാകും, അവിടെ ഈ സംഖ്യകളിൽ എന്തോ രഹസ്യം ഉണ്ടല്ലോ. ചുമ്മാ നമ്മൾ സംഖ്യകൾ എന്ന് പറയുന്നതല്ല, സംഖ്യകളിൽ നമ്പേഴ്സിൽ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് അന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. അപ്പോഴാണ് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും, കാരണം ഞാൻ ഈ സംഖ്യകൾ അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഈ ഇത്രയും പ്രതിസന്ധികൾ അനുഭവിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ, പലതും ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആവശ്യമില്ലാതാണല്ലോ എന്ന് നിങ്ങൾ പിന്നെ അടുത്ത് ചിന്തിക്കും. അവിടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ അറിവുകളുടെ ഗുണം നിങ്ങൾക്കുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഏത് തീയതി ജനിച്ചാലും ആ തീയതി വെച്ച് നിങ്ങളിപ്പോൾ ഈ 15-ാം തീയതി ജനിച്ചെങ്കിൽ 1 5 6 വരത്തക്ക രീതി സെറ്റ് ചെയ്യണം. നിങ്ങൾ 24-ാം തീയതി ജനിച്ചെങ്കിൽ 2 + 4, അപ്പോൾ ഈ 6 വരത്തക്ക രീതി നിങ്ങളുടെ ഭാഗ്യ പാസ്വേഡിൽ അക്കങ്ങൾ സെറ്റ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ കൂട്ടുമ്പോൾ, അക്കങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് 0 വരരുത്. അതിൻ്റെ ടോട്ടൽ കൂട്ടുമ്പോൾ വരുന്ന സംഖ്യ ഏക സംഖ്യ ആക്കുമ്പോൾ 6 വരണം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള സംഖ്യ എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ, ആ ഭാഗ്യ പാസ്വേഡ് ആക്കുന്ന അക്കങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലായോ? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ആ ഭാഗ്യ പാസ്വേഡിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പം കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ നിങ്ങളുടെ ജനന തീയതി വരണം, അതേ ഉള്ളൂ കേട്ടോ. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ജനന തീയതി എന്ന് പറഞ്ഞാൽ ഇപ്പം 24-ാം തീയതിയാണ്, 24 വരേണ്ടത്, അതിനെ കൂട്ടുമ്പോൾ 6 വരണം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ എല്ലാ തീയതി, ഏത് തീയതി ജനിച്ചവർക്കും പ്രയോജനപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ 17-ാം തീയതി ജനിച്ചെങ്കിൽ 7 1 8, അപ്പോൾ 8 വരണം. നിങ്ങളുടെ ഭാഗ്യ പാസ്വേഡിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യയാക്കുമ്പോൾ 8 വരണം, അത്രയേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല, ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പം നിങ്ങളിനിയിപ്പം 29-ാം തീയതി ജനിച്ചെങ്കിൽ 2 9 11, 1 1 2, അപ്പം നിങ്ങളുടെ 2 വരണം. നിങ്ങളുടെ ഭാഗ്യ പാസ്വേഡിലെ അക്കങ്ങൾ സെറ്റ് ചെയ്യണം. ആ അക്കങ്ങളിൽ 0 വരാൻ പാടില്ല. ഭാഗ്യ പാസ്വേഡിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ 2 വരണം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സംഖ്യകൾക്കകത്തെ രഹസ്യം. ഇനിയും വേറൊരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. നിങ്ങൾ തന്നെ നോക്കിക്കൂ. നിങ്ങളിപ്പോൾ 6-ാം തീയതി ജനിച്ച ആളാന്ന് വിചാരിച്ചു. 6 15 24, ഏത് തീയതി, ഈ 3 തീയതി ജനിച്ചാലും 6 കണക്ക് കൂട്ടുന്നത്. കാരണം 15 1 5 6, 24 2 4 6, പിന്നെ 6 15 24, ഏത് മാസം ആയിക്കോട്ടെ. ഈ 6-ാം തീയതി ജനിച്ചവരാണെങ്കിൽ 6 15 24 ഏതെങ്കിലും ഒരു തീയതി ജനിച്ചതാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിലേക്ക് ഒരു ചിട്ടി തുടങ്ങുന്നു, 8-ാം തീയതി കഴിവ് ഒഴിവാക്കുക. 8-ാം തീയതി എന്ന് പറഞ്ഞാൽ 8 17 26, ഈ 3 തീയതികളും കഴിവത് ഒഴിവാക്കുക. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒന്നുകിൽ 6 15 24 30 ഈ തീയതികൾ, അല്ലെങ്കിൽ 3 12 21 ഈ തീയതികൾ, അല്ലെങ്കിൽ 4 13 22 ഈ തീയതികൾ, ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഗുണമുണ്ടാകും. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു, 8 17 26 തീയതികൾ ഒഴിവാക്കുക. 6കാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ഒരു ഉദാഹരണത്തോടെ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആ സംഖ്യകളുടെ രഹസ്യം മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഓരോ, ഇപ്പോൾ 6-ാം തീയതി അല്ല, 7-ാം തീയതി ജനിച്ചവരോ 1-ാം തീയതി ജനിച്ചവരോ, അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഓരോ തീയതികൾ സെലക്ട് ചെയ്യാം. നല്ലതിനും സെലക്ട് ചെയ്യുക, ഒഴിവാക്കേണ്ടതുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഖ്യകളുടെ ശക്തി എന്നാണ്. ഇത് അറിയാവുന്നവരൊക്കെ ഈ രഹസ്യം പ്രയോജനപ്പെടുത്തുന്നവർ തന്നെയാണ്. ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയുകയും ചെയ്യാം. ഇനിയും ഞാൻ പറയാൻ പോകുന്ന ചില മാസങ്ങളെക്കുറിച്ചാണ്. ഇനി അതിനു മുമ്പ് വണ്ടിയുടെ നമ്പറിനെ കുറിച്ച് പറയാം. ഒരാളുടെ വണ്ടിയുടെ ഇപ്പം 4 അക്ക നമ്പർ, ഒരാളുടെ വണ്ടിയുടെ നമ്പർ 87 8752 വിചാരിച്ചു. ഇത് 4 കൂട്ടുമ്പോൾ കിട്ടുന്നത് 22. അങ്ങനെ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 4 അക്ക നമ്പർ കൂട്ടുമ്പോൾ 22 വരിക. ഒരാളുടെ വണ്ടിയുടെ നമ്പർ 88 42 വിചാരിച്ചു, 8842. ഈ 4 അക്കം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് 22. ഇങ്ങനെ ഈ 4 അക്കം തമ്മിൽ കൂട്ടുമ്പോൾ 17 കിട്ടുക, 11 കിട്ടുക, 20 കിട്ടുക, 29 കിട്ടുക, 22 കിട്ടുക, 33 കിട്ടുക. ഇങ്ങനെ കിട്ടിയാൽ ഈ വണ്ടി കൊണ്ട് ഇവർക്ക് എപ്പോഴും പ്രശ്നങ്ങളെ, ഈ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്ക് പല പ്രതിസന്ധികളെ, തട്ട് മുട്ട്, ഓരോ കേസുകളിൽ ചെന്ന് ചാടുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതിസന്ധികളിൽ നമ്മളെ ഇട്ടൊന്ന് ചുറ്റിക്കാം. എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും. ഇങ്ങനെ വണ്ടികളിൽ ചില രഹസ്യമുണ്ട്. അപ്പം ഞാനിത് എത്രയോ നാളുകൾക്ക് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഈ 4 അക്ക നമ്പർ നോക്കിയിട്ട് കൂട്ടി നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ഞെട്ടിപ്പോവും. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും ഈ സംഖ്യാരഹസ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെല്ലാം പരിഹാരം ഞാൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതെല്ലാം ഈ നമ്പർ ഉള്ളവർക്കെല്ലാം ഈ മോശം അവസ്ഥയാണെന്നൊന്നും അല്ല.
ചിലർക്കെങ്കിലും ഒരു 5% ചില പ്രതിസന്ധികൾ ഇതുപോലെ ചെന്ന് ചാടാം. കേസ്, വഴക്ക്, പ്രശ്നങ്ങളെ എപ്പോഴും തട്ടേ മുട്ടേ എല്ലാം പ്രശ്നങ്ങളെ ഉപയോഗിക്കുന്നവർക്ക് 5% അല്ലെങ്കിൽ 10% ഒരാളാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത്. മനസ്സിലാക്കുക. ഇനിയിപ്പം ഒരാൾ ജനിച്ച മാസം മാർച്ച് മാസത്തിൽ ജനിച്ചവർക്ക് സ്ട്രഗിളിങ് വളരെ കൂടുതലായിരിക്കും. കുടുംബ പ്രാരാബ്ദം ചെറുപ്പത്തിൽ തന്നെ ഏറ്റെടുക്കേണ്ടി വരിക. കല്യാണം കഴിച്ചാലും അതിനെക്കാട്ടും ചിലപ്പോൾ പ്രാരാബ്ദമായിരിക്കും. അങ്ങനെ പ്രാരാബ്ദങ്ങളെ ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം കൂടുതലായിട്ട് അനുഭവപ്പെടും. എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും സാധ്യത പറയുന്നത്, സാമാന്യ പൊതുഫലം പറയുന്നത് കേട്ടോ. നവംബർ മാസം ജനിക്കുന്നവരെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ആളുകൾ അവരെ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതൽ. അവർ നല്ലത് ചെയ്താലും പലരും അവരെ ആ നല്ലതിനെ അംഗീകരിക്കാനോ ഒക്കെ ഒരു വിമുഖത കാണിക്കുക. മാത്രമല്ല നൈബേഴ്സ്, അയൽപക്കക്കാരുമായി, ബന്ധുക്കളുമായി ഒക്കെ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്ത ആളുകളുമായിട്ടൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് തന്നെയാണ്. എല്ലാവർക്കും ഇല്ല, ഞാൻ ഇത് പൊതുഫലമാണ് പറയുന്നത് കേട്ടോ, അങ്ങനെ മനസ്സിലാക്കുക, ഈ പറയുന്നതല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഡിസംബർ മാസത്തിലെ കഴിവുള്ളവരാണ്, പക്ഷേ ഇവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ പല പ്രതിസന്ധികളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് വെറുതെ ഈ പറഞ്ഞ മാസങ്ങളിൽ മാർച്ച്, നവംബർ, ഡിസംബർ ഈ മാസങ്ങളിലെല്ലാം ജനിച്ചവർക്ക് വലിയ ഉയർച്ചയുള്ളവരുണ്ട്, വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞാൽ ചിലർക്കെങ്കിലും ഇങ്ങനെ ചില സാധ്യതകൾ കൂടുതലാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കുക നല്ലതാണ്. ജൂലൈ മാസം ജനിക്കുന്നവരെ അധ്യാപകൻ, എൻജിനീയർ, അതുപോലെ തന്നെ ടീച്ചിങ്, ഏറ്റവും അഡ്വക്കേറ്റ് ഒക്കെ നല്ലൊരു മേഖല, നല്ലൊരു കഴിവുകൾ ഉള്ളവരാണ്. പിന്നെ ഇവർക്ക് അതുപോലെ ജൂൺ മാസത്തിൽ എൻജിനീയറിങ്, ഉയർന്ന കമ്പനികളിൽ, വലിയ കമ്പനികളിൽ ജോലി ചെയ്യാൻ കഴിവുള്ളവർ, പിന്നെ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരും ചില ജൂൺ മാസത്തിലുള്ള ചില വ്യക്തികൾ, അങ്ങനെ ഒരു കഴിവുള്ളവരൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അതിലൊന്നും പോകണമെന്നോ ചെയ്യണമെന്നോ ഞാൻ പറയത്തില്ല, കാരണം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല. ഇപ്പോൾ ലോട്ടറി എടുക്കുക, വല്ലപ്പോഴും ഒന്നും എടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അഭിപ്രായമില്ല. വല്ലപ്പോഴും ഒന്ന് ലോട്ടറി എടുക്കുന്നത് നല്ലതാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഷെയർ മാർക്കറ്റിലേക്കുള്ള കാര്യങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് നല്ലതാണെന്നൊന്നും ഞാൻ പറയത്തില്ല, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ ജനിക്കുന്നവർ എഞ്ചിനീയറിംഗ്, ഉയർന്ന കമ്പനികളെയൊക്കെ ജോലി ലഭിക്കാൻ കഴിവുള്ളവരാണ്. മെയ് മാസത്തിൽ ജനിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒടിവ്, ചതവ്, ഉളുക്ക്, വാഹന സംബന്ധമായ കാര്യങ്ങൾ, എല്ല് സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ അങ്ങനെയുള്ള പ്രതിസന്ധികൾ കൂടുതലായിട്ടുണ്ടാകാം. വാഹനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മതി, പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അതിൻ്റെ അർത്ഥമില്ല കേട്ടോ. ഓഗസ്റ്റ് മാസം, അപ്പം ജൂലൈ, ജൂൺ, ഫെബ്രുവരി, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജാനുവരി, ഒക്ടോബർ ഈ മാസങ്ങളൊക്കെ ജനിച്ചവർ കൂടുതൽ പെട്ടെന്ന് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സാധ്യതകൾ ചിലർ ഞാൻ കാണാറുണ്ട്. അത് എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല, പൊതുഫലമാണ് പറയുന്നത്. ഈ ഫെബ്രുവരി മാസം ജനിച്ചവർക്ക് എൻജിനീയറിങ്, അതുപോലെ നിയമം കൈകാര്യം ചെയ്യാനൊക്കെ കഴിവ് വളരെ കൂടുതലായിട്ടുള്ളവരുണ്ട്. സൂക്ഷ്മ ബുദ്ധി ഉള്ളവരുണ്ട്. അങ്ങനെ ചില കഴിവുകൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഓഗസ്റ്റ് മാസവും അവർക്കും എൻജിനീയറിങ് അതുപോലുള്ള മേഖലകളും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ജാനുവരി, ഡിസംബർ മാസത്തിൽ ജനിച്ചവരെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഈ ഉയർന്ന തലത്തിലുള്ള കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ഉയർന്ന തരത്തിൽ ബുദ്ധി ഉപയോഗിക്കേണ്ട സോഫ്റ്റ്വെയർ നിർമ്മിക്കുക, അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെ ഹാക്കിംഗ് മേഖലകളെ അങ്ങനെയുള്ള പഠിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അത്ര സൂക്ഷ്മതലത്തിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിവുള്ളവരുണ്ട്. ഡിസംബർ, ജനുവരി മാസം ഇവർ ഈ കഴിവുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഇപ്പോൾ സയൻറ്റിസ്റ്റ് അതുപോലുള്ള രാജ്യത്തിന് പ്രയോജനമുള്ള ആളുകളൊക്കെ ആയി തീർന്നാൽ ഏറ്റവും നല്ലതാണ്. മോശമായ ചില കൂട്ടുകെട്ടുകളിലോ മോശമായ ചിന്താകളിലോ പോയാൽ കഴിഞ്ഞാൽ അതിൻ്റെ മോശമായ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ജനിച്ചവർ ഒക്കെ അവർ എപ്പോഴും ചെറുപ്പത്തിൽ തൊട്ടേ അവരെ നല്ല കാഴ്ചപ്പാടോടുകൂടി വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. ഭയങ്കര ജീനിയസാണ്, പക്ഷെ ഒരു ബുദ്ധി നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ചെറുപ്പം മുതലേ അവർ നല്ലൊരു കാഴ്ചപ്പാടി വളർത്തിയെടുക്കണം കുട്ടികളെയൊക്കെ. പിന്നെ അവർക്ക് ഈശ്വരാധീനമുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല നിലയിൽ തന്നെ വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു സാധ്യതകൾ മാത്രമാണ്, സാമാന്യ ഫലങ്ങൾ മാത്രമാണ്, പൊതുഫലങ്ങൾ മാത്രമാണ്. എല്ലാവരും എങ്ങനെയാണെന്നോ ഒന്നും അതിനർത്ഥമില്ല. ഏത് മാസം ജനിച്ചവരാണെങ്കിൽ ഏറ്റവും നല്ല ഉയർച്ചയിലുള്ളവരുണ്ട്, ഒക്കെ ഉണ്ട്, അതിനകത്ത് മാറ്റമൊന്നും വേണ്ട. പിന്നെ ഈ ചിലർക്കെങ്കിലും ചില ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകാനുള്ള ചെറിയ സാധ്യതകൾ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഇപ്പം ഒരാൾ ജനിച്ച തീയതി 25/2/1959, 5/9 വിചാരിച്ചു, സപ്പോസ് ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. ഈ അക്കങ്ങളെല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടൽ 33 അത് ഈ 33 വന്നു കഴിഞ്ഞാൽ അപ്പം 25/2/1959, 5/9 ഈ ജനിച്ച മാസവും വർഷവും തീയതിയും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്
വിധിസംഖ്യ. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പം 25ഉം 2ഉം 1959 കൂടെ കൂട്ടുമ്പം കിട്ടുന്നത് 33 ഓരോ ഇപ്പോൾ 2 + 5 + 2 + 1 + 9 + 5 + 4 എന്ന് കൂട്ടുമ്പം കിട്ടുന്ന 33. അതിനെ വിധിസംഖ്യ എന്ന് പറയും. ജനിച്ച തീയതിയാണ് ജന്മസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിധിസംഖ്യ 33 ആയാൽ ഒരുപാട് സ്ട്രഗ്ലിങ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് തന്നെയാണ്. 33 ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ 4 അക്കം കൂട്ടുമ്പോൾ 33 വരിക വളരെ സ്ട്രഗ്ലിങ് ഉണ്ടാകും തന്നെയാണ്. 33 അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യുക. അത്രയേ ഉള്ളൂ. നമുക്ക് ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക, കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ. അത് വേറെ കാര്യമില്ല. പിന്നെ അവനവൻ്റെ വിശ്വാസപ്രകാരമുള്ള വഴിപാടുകൾ ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. 17/11/1981 8/1 ജനിച്ച ഒരു വ്യക്തി. അപ്പം 17/11/1981 ഇത് കൂട്ടുമ്പം 1 + 7 + 1 + 1 + 1 + 1 + 9 + 8 + 1 29 കിട്ടും. ഇങ്ങനെ വിധിസംഖ്യ 29 ആയാലും ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗ്ലിങ്ങുകൾ ഉണ്ടാകാം. അതുപോലെ ജന്മസംഖ്യ 29 ആയാലും അതുണ്ടാകാം. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാരങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. അതുപോലെ ഒരാൾ ജനിക്കുന്നത് ഇപ്പം 12/12/1987 അതായത് ജനിച്ച തീയതിയും ജനിച്ച മാസവും 12 തന്നെ വരിക. 4/4/1984 അതായത് 4-ാം തീയതി ഏപ്രിൽ 4-ാം തീയതി. അതുപോലെ 4/4/12/12/11/11 ഇങ്ങനെയൊക്കെ ഒരു ജനനത്തീയതി തന്നെ മാസമായിട്ട് സംഖ്യകൾ ആവർത്തിക്കണമെങ്കിൽ വളരെ സ്ട്രഗ്ലിങ് ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ സംഖ്യകളുടെ ഒരു കളിയാണ്. ഇതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. അതായത് പൈതഗോറസ് സംഖ്യകളെ കുറിച്ച് ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരിക്കലൊരു പുസ്തകം ഞാൻ വായിച്ചു. അങ്ങനെയാണ് സംഖ്യകളോട് എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടായത്. ഞാൻ ആദ്യം സംഖ്യകളിൽ ഒന്നും യാതൊരു കാര്യമില്ല എന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് ഞാൻ ചില സംഖ്യകൾ മാറ്റി നോക്കി. ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ടാലിയൊക്കെ ചെയ്യുമ്പോൾ എന്നും എൻ്റെ കമ്പ്യൂട്ടറിന് പ്രോബ്ലംസ്, കമ്പ്യൂട്ടർ എപ്പോഴും ഈ ഡാറ്റ പോവുക, അത് പോവുക, ഇത് പോവുക, ഞാൻ സഹി കെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പൈതഗോറസിൻ്റെ ഒരു പുസ്തകം സംഖ്യകളെക്കുറിച്ച് വായിക്കുന്നത്. പക്ഷേ അത് വായിച്ചപ്പം ആദ്യം വളരെ ഒരു വായിച്ചപ്പോൾ എനിക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നി. അതിനകത്ത് ഈ പൈതഗോറസ് സംഖ്യാ ദൈവങ്ങളെ ആരാധിച്ചിരുന്നു പറയുന്നുണ്ട്. സംഖ്യകളെക്കുറിച്ച് ആഴത്തിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പം അത് ഞാൻ കൂടുതൽ വായിച്ചു വന്നപ്പോഴാണ് ഞാനും ആ സംഖ്യകളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ആ നമ്പർ മാറ്റിയപ്പം, എൻ്റെ മൊബൈലിൻ്റെ പാസ്വേഡ് മാറ്റിയപ്പം അങ്ങനെയാണ് എന്നെ നിങ്ങളൊക്കെ അറിയുന്നത്. നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഞാൻ അങ്ങനെയാണ് ഉണ്ടായത്. ഞാൻ പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനായത് ചില ഈ സംഖ്യാരഹസ്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ ഞാൻ സംഖ്യാരഹസ്യങ്ങൾ ഇതുപോലെ പാസ്വേഡാക്കി ഈ നമ്മുടെ ഒരു സുഹൃത്തിന് കൊടുത്തു. അദ്ദേഹം വാരിക്കൂട്ടിയ ഈ അവാർഡുകൾക്ക് കണക്കിൽ ഒരു മുറി മുഴുവൻ അദ്ദേഹത്തിന് അവാർഡുകളാണ്. അതും വേൾഡ് തലത്തിലുള്ള റെക്കോർഡുകളാണ്. അദ്ദേഹത്തിന് വളരെ മാറ്റമായിരുന്നു. എന്ന് വെച്ചാൽ ചില രഹസ്യങ്ങളുണ്ട് ഇതുപോലെ. അത് നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ ആയിരിക്കും സംഖ്യയ്ക്കകത്ത് തന്നെ ആയിരിക്കും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ചില കാര്യങ്ങളുണ്ട് സംഖ്യകൾ. തീർച്ചയായിട്ടും പൈതഗോറസ് ഏറ്റവും ജീനിയസ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ആ ബുദ്ധിപരമായ കാര്യം ചെയ്യത്തുള്ളൂ. അതിനകത്ത് എനിക്ക് സംശയമില്ല. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് സംഖ്യകൾ. ഇനിയും ഇപ്പം ഒരാൾ ജനിക്കുന്നു, മെയ് മാസമാണെന്ന് വിചാരിച്ചു, മെയ് 19 തീയതിയാണ് എന്ന് വിചാരിച്ചു. അന്ന് വെള്ളിയാഴ്ചയും പൂരാടം കൂടെ ആണെന്ന് വിചാരിച്ചു. വാഹന സംബന്ധമായിട്ട് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മെയ് മാസങ്ങളിൽ ജനിക്കുന്നവർ അന്നൊരു വെള്ളിയാഴ്ചയും പൂരാടവും അങ്ങനെയൊക്കെ ആണ്ടാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ വാഹനം ഉപയോഗിക്കണമെന്നതിന് അർത്ഥമില്ല, ശ്രദ്ധിച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എത്രയോ ജീവിതങ്ങൾ, എത്രയോ അനുഭവങ്ങൾ, റിപ്പീറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ ആണ്. അപ്പം ഇന്ന് ഞാൻ ഒരിടത്ത് ചെന്നപ്പം അവിടുത്തെ ആ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞത്, ഞാനൊരു ഒരു ചെറിയ കാര്യം ശിവൻ്റെ ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു. അവരുടെ ഒരു വലിയ പ്രശ്നം തീർന്നു, വളരെ സന്തോഷമായിട്ട് പറഞ്ഞു. ചെറിയൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ വലിയൊരു പ്രശ്നം അവരുടെ സോൾവായി എന്ന് പറഞ്ഞു, വലിയ സന്തോഷം. ഞാൻ പറയുന്നത് ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ തന്നെ ഈ നമ്പറുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾ തന്നെ നോക്കുക, ഒക്കെ ഗുണം ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. എല്ലാ പ്രശ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടെല്ലാം കുളമായി കഴിഞ്ഞ് പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇപ്പം തൊട്ടേ ഇതൊക്കെ ഒന്ന് പഠിക്കുക, ഒന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഗുണമേ ഉണ്ടാകത്തില്ല, ദോഷമൊന്നും ഉണ്ടാകത്തില്ല. ഇനിയും പറയുന്ന കാര്യം,
ഇനിയും മറ്റുള്ള തീയതി ജനിച്ചവരെക്കുറിച്ച് ചെറുതായിട്ട് വേണേൽ ഒന്ന് സൂചിപ്പിച്ചേക്കാം. ഇനി അവർക്കൊരു വിഷമം തോന്നുന്നുണ്ടാവും. 1-1 തീയതി ജനിച്ചവർ, 1, 10, 19, 28 ഇതെല്ലാം 1 തീയതി ജനിച്ചവരാണ്. അവർക്ക് ഫാർമസി, മെഡിസിൻ, രാഷ്ട്രീയം, ഏതൊരു സംഘടനയെങ്കിലും തലപ്പത്ത് ഇങ്ങനെയുള്ള കഴിവുകളുള്ളവരാണ്. കമാൻഡിങ് പവർ ഉള്ളവരാണ് അവർ. അങ്ങനെയുള്ള കഴിവുകളുള്ളവരാണ്. 2, 11, 20, 29 അതിൽ 20, 29, 11 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പൊതുവെ 2 തീയതി ജനിച്ചവർ അധ്യാപകർ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒക്കെ കഴിവുള്ളവരാണ്. 3, 12, 21, 30 ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം 3 ജന്മസംഖ്യ ഉള്ളവരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവർ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രൊഫഷണൽ ആകുന്നത് നല്ലത്. ബിസിനസ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നത് അത്ര ഗുണം ചെയ്യണമെന്നില്ല. ബിസിനസ് ചേരുമെന്നല്ല പറഞ്ഞു, പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അത്ര പ്രയോജനം ഉണ്ടാകണമെന്നില്ല. പ്രൊഫഷണൽ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു നേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആകുന്നതാണ് നല്ലത് എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇവർ വളരെ കഴിവുള്ളവരാണ്. രാഷ്ട്രീയം അങ്ങനെയുള്ള മേഖലകളൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ ഒരു പ്രൊഫഷണൽ, ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ, ഇങ്ങനെ ഏതെങ്കിലും നല്ലൊരു പ്രൊഫഷണലിലേക്ക് പോകുന്നത് ഏറ്റവും നല്ലതാണ്. ഇവർക്ക് കഴിവുള്ളവരാണ്. 4, 13, 22, 31 ഇതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞു. എന്നാലും പൊതുവായിട്ട് ഒന്നുകൂടെ സൂചിപ്പിച്ചു പോകാം. എഞ്ചിനീയർ, ഫാർമസി, രാഷ്ട്രീയം, അഡ്വക്കേറ്റ് ഈ മേഖലകൾ, ഡിസൈനിങ് ഈ മേഖലകളൊക്കെ ഇവർക്ക് നല്ലതാണ്. ഇവരെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു, ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുപോലെ ഇവരുടെ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ഇവരുടെ ചില ഒരു അഡ്വാൻറ്റേജസാണ് പറയുന്നത്. ഈ പൊതുവെ തീയതികൾ ജനിച്ചവരുടെയൊക്കെ ചില അഡ്വാൻറ്റേജസാണ് ഇപ്പം പറയുന്നത്, ഗുണങ്ങൾ. ഇനി 5, 14 ഈ തീയതികളിൽ ജനിച്ചവരെ, 5, 14, 23 ഈ തീയതിയിൽ ജനിച്ചവർ 5 ജന്മസംഖ്യയുള്ളവരാണ്. 5, 14, 23 ഇവർക്ക് ഏറ്റവും നല്ല മേഖല ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ബാങ്കിങ് ഒക്കെ മേഖലകൾ, അതുപോലെ എൻജിനീയറിങ് ഒക്കെ മേഖലകൾ, അതുപോലെ നേഴ്സ്, ഡോക്ടർ നല്ല നല്ലൊരു കഴിവ് ഉപയോഗിക്കാൻ പറ്റും. ഇവർ വളരെ ബുദ്ധിശാലികളാണ്, വളരെ നയതന്ത്രം ഉപയോഗിക്കുന്നവരാണ്. വേണേ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരാൾ 5 തീയതി ജനിച്ചാണെന്ന് വിചാരിച്ചു, ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിച്ചു. 23 തീയതി സപ്പോസ്, ഒരു ഉദാഹരണം വെറുതെ പറയുന്നതേ ഉള്ളൂ. ഇവരുടെ തന്ത്രം, നയം, ആ ബുദ്ധിചാതുര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പറയുക. 23 തീയതി ജനിച്ചു ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടി നേഴ്സിങ്ങിന് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുട്ടിക്ക് വേറെ ഒരു സ്നേഹബന്ധം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 23 തീയതി ജനിച്ചെങ്കിൽ വളരെ ബുദ്ധിശാലികളായിരിക്കും, വളരെ തന്ത്രം ഉപയോഗിക്കുന്നവരായിരിക്കും. ചുമ്മാ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. ഇവരെന്ത് ചെയ്യും? ആരോടും പറയത്തില്ല, ആർക്കും അറിയാൻ പറ്റത്തില്ലായിരിക്കും. ഇവർക്ക് മാത്രമേ ഇത് അറിയത്തുള്ളായിരിക്കും. ചിലപ്പോൾ കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ ഉള്ള ഒരു സ്നേഹബന്ധമായിരിക്കും. ഈ പയ്യന് ചിലപ്പോൾ വേറെ ജോലി ഉണ്ടെന്ന് വിചാരിക്കുക. ജോലി കിട്ടി, നല്ല ശമ്പളമായി, വിദേശ രാജ്യങ്ങളിൽ ജോലി കയറിക്കഴിഞ്ഞ് വീട്ടുകാരോട് പറയും എനിക്കിതുപോലെ ഒരു സ്നേഹബന്ധമുണ്ട് എന്ന് പറയും. അപ്പോൾ വീട്ടുകാർ ആദ്യം എതിർപ്പ് പറഞ്ഞാൽ, അതൊക്കെ ഇവർക്കറിയാം, എതിർപ്പ് പറഞ്ഞാൽ പറയും ഇല്ല, വീട്ടുകാർ പറയുന്നത് ഞാൻ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ വീട്ടുകാർ അതിൻ്റെ അകത്ത് കുടുങ്ങി. കുറച്ച് നേരം ആലോചിച്ച് കഴിയുമ്പോൾ അവർ വിചാരിക്കും അയ്യോ അവളെത്ര നല്ലൊരു കുട്ടിയാണ്, ഞങ്ങൾ പറയുന്ന ഒരാളെ അല്ലേ കഴിക്കത്തുള്ളൂ, അല്ലെ കഴിക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ അതിന് വേറെ അർത്ഥമുണ്ട്. അതായത് ഇവരിത് സമ്മതിക്കും ഇങ്ങനെ പറഞ്ഞാൽ, അപ്പോൾ വീട്ടുകാരങ്ങ് സമ്മതിക്കും. അങ്ങനെ ഇവർ വളരെ തന്ത്രപരമായിട്ട് ജീവിതം കൈകാര്യം ചെയ്യുന്നവരാണ്. അത് ഞാൻ മനസ്സിലായി. വളരെ ഇങ്ങനെയുള്ള ടാക്റ്റ്ഫുള്ളാണ് ഇവർ. ഇതുപോലെ തന്നെയാണ് ഇവർ തൊഴിലുമെല്ലാം. ഒരാളെ കൊണ്ട് നോന്ന് പറയിപ്പിക്കുന്നവരെ എസ്സെ കൊണ്ട് പറയിപ്പിക്കാൻ ഇവർക്ക് അറിയാം. അപ്പോൾ ഞാനീ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു കഴിവ് മനസ്സിലായി. അവരുടെ ആ തന്ത്രം, ആ നയമുള്ളവർ. ഇവർ രാഷ്ട്രീയക്കാരൊക്കെ ആയ മിടുക്കന്മാരാണ്. അവർക്ക് എന്തിനുമുള്ള ആ ഒരു ഏത് സാഹചര്യം അനുകൂലമാക്കാനുള്ള കഴിവുണ്ട്. അതൊരു ഗുണമായിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. 5, 13, 23 ഈ തീയതിയുടെ കാര്യം പറഞ്ഞു. ഇവർ വളരെ ബുദ്ധിശാലികളാണ്, നയം ഉപയോഗിക്കുന്നവരാണ്, തന്ത്രം ഉപയോഗിക്കുന്നവരാണ്. ഇതുപോലെ തന്നെ ഇവർക്ക് നേഴ്സിങ്, അതുപോലെ ഫിനാൻസ്, എൻജിനീയറിങ്, ഡിസൈനിങ് ഈ മേഖലകളൊക്കെ നല്ലവരാണ്. അധ്യാപകരായിട്ട് ഏറ്റവും നല്ലൊരു ഇതാണ് ഈ തീയതിയിൽ ജനിച്ചവർ. അധ്യാപകരും ഒക്കെ നല്ല കഴിവുള്ളവരാണ്. പ്രഗത്ഭരായ അധ്യാപകർ ഒക്കെ കഴിവുള്ളവരാണ്. ഇനിയും ഇവരുടെ ഏറ്റവും ഒരു കാര്യം വെച്ചാൽ ഇവർ മോശമായ കൂട്ടുകെട്ടുകളെ, സൗഹൃദങ്ങളൊന്നും പോകാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. മനസ്സിന് ചിലപ്പം ചഞ്ചലത, ചില കാര്യങ്ങളിൽ സൗഹൃദങ്ങളിലോ ചില കാര്യങ്ങളിലോ ഒക്കെ ചഞ്ചലത ചിലപ്പോൾ ഉണ്ടാകും. ഇതിലും പൊതുഫലങ്ങളാണ് കേട്ടോ, എല്ലാം അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇനിയും
5 പറഞ്ഞു. ഇനി 6, 6-15-24, 6-15-24 ഈ തീയതിയിൽ ജനിച്ചവർ ശുക്രൻ്റെ സ്വാധീനമുള്ളവരാണ്. ഇവർക്ക് ഏറ്റവും നല്ലത് എൻജിനീയറിങ്, സർവീസിങ്, കൺസൾട്ടിങ്, ഡോക്ടർ, അതുപോലെ കൺസൾട്ടിങ് മേഖലകൾ ഒക്കെ വളരെ നല്ലതാണ്. ഇവർ നല്ല കഴിവുള്ളവരാണ്. ഒരു ടീച്ചറായിട്ടോ ഒരു അഡ്വൈസ് കൊടുക്കാൻ, അതുപോലെ തന്നെ ഒരു ഡോക്ടറായിട്ടോ ഒക്കെ മികച്ച കഴിവുള്ളവരാണ്. അല്ലെങ്കിൽ ഒരു സർവീസ് മേഖലകളായിക്കോട്ടെ ഒരു മികച്ച കഴിവുള്ളവരാണ് ഈ 6 തീയതികളിൽ ജനിച്ചവർ. ഈ 6 തീയതി ജനിച്ചവരുടെ കാര്യമാണ് പറഞ്ഞത്. 8, 17, 26 ഈ തീയതികൾ കഴിവതും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ചിട്ടി തുടങ്ങാൻ പോകുന്നു ഒക്കെ ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇനിയും 7, 16, 25 ഈ തീയതികളിൽ ജനിച്ചവർ 7 ജന്മസംഖ്യ ആയിട്ടുള്ളവരായിട്ടാണ് കണക്കാക്കുന്നത്. 7, 16, 25 ഈ തീയതികളിൽ ജനിച്ചവർ 7 ജന്മസംഖ്യ ഉള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 7 ജന്മസംഖ്യ ഉള്ളവർക്ക് യാത്ര, അതുപോലെ ഫുഡ്, അതുപോലെ സിനിമ, സീരിയൽ, അഭിനയം, കലാപരമായ പ്രവർത്തനങ്ങൾ, തിരക്കഥ, അതുപോലെ സംവിധാനം, അഭിനയം ഒക്കെ നല്ലതാണ്. അതുപോലെ ഈ ഫോട്ടോഗ്രാഫി, വര, ആർട്ടിസ്റ്റുകളെ ഇതൊക്കെ നല്ലതാണ്. സർഗാത്മകമായ ഒരു ഭാവന കഴിവുള്ളവരാണ് ഈ 7 ജന്മസംഖ്യയുള്ളവർ. 7, 16, 25 തീയതികളിൽ ജനിച്ചവർ. അതുപോലെ തന്നെ 6, 15, 24 ജനിച്ചവർ 6 ജന്മസംഖ്യയുള്ളവരും കലാമേഖലകൾക്ക് വളരെ നല്ലതാണ്. കലാകാരന്മാരാണ്, വളരെ വൈകാരികത കൂടുതലുള്ളവരാണ്. ഇനിയും 8, 17, 26 തീയതികളിൽ ജനിച്ചവർ ശനി സ്വാധീനമുള്ളവരാണ്. ഇവർക്ക് എൻജിനീയറിങ്, കണക്ക്, അതുപോലെ ഹോസ്പിറ്റൽ സംബന്ധമായ തൊഴിലുകൾ ഒക്കെ വളരെ നല്ലതാണ്. ഈ തൊഴിലുകൾ മാത്രമൊന്നല്ല കേട്ടോ, ഞാൻ കുറച്ച് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് നല്ല മേഖലകൾ, ഇവർക്ക് പല മേഖലകളും നല്ലതാണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയുള്ള മേഖലകൾ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വളരെ ബുദ്ധിയുള്ളവരാണ്, കഴിവ് കൂടുതലുള്ളവരാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും ഉയരത്തിൽ എനിക്ക് ആഗ്രഹിക്കുന്നവരാണ്. ഇവർ ശനി സ്വാധീനമുള്ളവരാണ്. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് പലപ്പോഴും ഒരു ഒറ്റപ്പെടലുണ്ടാകും. അതുപോലെ തന്നെ ജീവിതത്തിൽ തകർച്ച വന്നു കഴിഞ്ഞാൽ നിരന്തരം തകർച്ചകൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ വിധിയുടെ കയ്യിലെ കളിപ്പാവ എന്നൊരു വാക്കാണ് പലപ്പോഴും ഇവർക്ക് ഏറ്റവും അനുയോജ്യമായത്. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണനെ മുറുക്കെ പിടിക്കാൻ ഞാൻ എപ്പോഴും ഈ തീയതി ജനിച്ചവരോട് പറയും. കാരണം ഭഗവാൻ കൃഷ്ണനെ മുറുക്കെ പിടിച്ചാൽ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും, ഇവരൊരിക്കലും പുറകോട്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പിന്നെ പൊതുഫലങ്ങളും അഡ്വാൻറ്റേജസോ ഗുണങ്ങളോ പറയുന്നത് കേട്ടോ. ആദ്യം പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഇനിയും 9, 18, 27 ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം 9 ജന്മസംഖ്യ ഉള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവർ ബിസിനസ്സുകാർ, ഇവരാരുടെയും കീഴിൽ ജോലി ചെയ്യുന്നത് അത്ര ഇഷ്ടപ്പെടുന്നവരല്ല. അഥവാ ഒരാളുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ കുറച്ചാൾ നിന്നാൽ പോലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു ടെൻഡൻസിയും കൂടുതലായിരിക്കും. നല്ല മികച്ച ബിസിനസ്സുകാർ, മികച്ച ഐഡിയ ഉള്ളവർ, മികച്ച സമൂഹത്തിലെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നവർ ഒക്കെ, മോട്ടിവേഷൻ സ്പീക്കർമാർ, ബിസിനസ്സുകാർ, പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നവർ, മികച്ച രാഷ്ട്രീയക്കാർ, ഇതൊക്കെ ഈ തീയതികൾ ജനിച്ചവരിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പൊതുവായിട്ട് ചില ഫലങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി പരിഹാരങ്ങളിലേക്ക് വരാം. ഇനിയും പരിഹാരങ്ങൾ വ്യാഴാഴ്ച ദിവസം രാവിലെ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ കുളിച്ചൊരു 10 മിനിറ്റിനുള്ളിൽ പോയി, 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ ജലാംശം കാണും. അതുകൊണ്ടാണ് ജലാംശത്തോടുകൂടി ചെയ്യുന്ന പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലം കാണും. 10 മിനിറ്റിനുള്ളിൽ പോയി നടക്ക് നേരെ നിന്നോ ഒരു നെയ്വിളക്ക് തെളിയിച്ചു മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ശ്രദ്ധിക്കേണ്ട തീയതികളുള്ളവർ പറഞ്ഞില്ലേ, 4, 8, 11, 13, 14, 17, 20, 20, 19, 22, 25, 26, 31 ആദ്യം പറഞ്ഞ ഈ തീയതിയിൽ ജനിച്ചവർക്കൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടാകത്തില്ല. ഇത് ഏത് തീയതിയിൽ ജനിച്ചവർക്ക് ഏറ്റവും വലിയ ഉയർച്ചകൾ ഉണ്ടാവും. ഈ വ്യാഴാഴ്ച കൃഷ്ണൻ്റെ കാര്യം ചെയ്യുന്നത് ഇത് ആവർത്തിക്കണം. അതുപോലെ ശനിയാഴ്ച വൈകിട്ട് ശനിയാഴ്ച രാവിലെ ഒരു ജലധാര, ഒരു മൃത്യുഞ്ജയാർച്ചന, ഒരു നെയ്വിളക്ക് തെളിയിക്കുക ശിവക്ഷേത്രത്തിൽ. വൈകുന്ന പാട് ഒരു മൃത്യുഞ്ജയാർച്ചന നടത്തുക, ഒരു നെയ്വിളക്കൂടെ തെളിയിക്കുക. ഇതും ആവർത്തിക്കുക. ജീവിതത്തിൽ എല്ലാം നേടാൻ പറ്റും. അതുപോലെ തിങ്കളാഴ്ച രാവിലെ കുളിച്ച് 10 മിനിറ്റിനുള്ളിൽ ശിവക്ഷേത്രത്തിൽ രാവിലെ നെയ്വിളക്ക് തെളിയിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ചകൾ ആവർത്തിക്കുക. വെള്ളിയാഴ്ച ഭദ്രകാളിയമ്മയ്ക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്യുക, ആവർത്തിക്കുക വെള്ളിയാഴ്ചകൾ തോറും. പക്കനാളും ഭദ്രകാളിയമ്മയ്ക്ക് ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൊടുക്കുക, ആവർത്തിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഈ പ്രതിസന്ധികളുള്ള അല്ലെങ്കിൽ സ്ട്രഗിളിങ്ങൾ ഉണ്ടാകുമെന്ന് ആദ്യം പറഞ്ഞ തീയതികളുള്ളവരെല്ലാവർക്കും ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകും. ഒരു കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ല.
ഏറ്റവും നല്ല നിലയിൽ വരും. ദാറ്റ്സ് ഓൾ. അതാണ് പരിഹാരങ്ങൾ പറഞ്ഞത്. കാരണം ഇതൊക്കെ എത്രയോ ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, എത്രയോ ആളുകൾ ചെയ്ത് അവരുടെ ജീവിതം അടിമുടി മാറിയിട്ടുണ്ട്. അപ്പം കൃത്യം വേണ്ട കാര്യം പറഞ്ഞു തരുന്നത്, ഇനി അപ്പുറമില്ല ഇപ്പുറമില്ല. അപ്പം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് അനുഭവത്തിൽ ശരിയെന്ന് തോന്നുമെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുക. പരിഹാരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവങ്ങളാണ്, എൻ്റെ അഭിപ്രായങ്ങളാണ്, എൻ്റെ നിരീക്ഷണങ്ങളാണ്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയുക. എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ്. എൻ്റെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞത്. അപ്പം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയുക. നിങ്ങൾ തന്നെ ഇതിനെ നിരീക്ഷിച്ച് നോക്കുക. ശരിയെങ്കിൽ സ്വീകരിക്കുക, നല്ല ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുക. എനിക്ക് അനുഭവം ഉണ്ടായ, ശരിയെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞത്. എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.